പ്രിയമുള്ളവരെ, നമസ്കാരം. കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ അരിപ്പയിൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ 8 വർഷമായി കൃഷിഭൂമിക്ക് വേണ്ടി ആദിവാസികളും ദളിതുകളും മറ്റ് ഇതര ജനവിഭാഗങ്ങളും നടത്തുന്ന സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അരിപ്പ ഭൂസമര നേതാവ് ശ്രീ ശ്രീരാമൻ കൊയ്യൂർ നിങ്ങളോട് സംസാരിക്കും. കൊല്ലം ജില്ല കുളത്തൂപ്പുഴ അരിപ്പയിൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി ആദിവാസികളും ദളിതരും ഭൂരഹിതരായ മറ്റിതര ജനവിഭാഗങ്ങളും കൃഷിഭൂമി ആവശ്യപ്പെട്ട് ഭൂസമരത്തിലാണ്. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് സമരം ആരംഭിച്ചുവെങ്കിലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി 2-3 ഘട്ടങ്ങളിലായി അരിപ്പ ഭൂസമരം പരിഹരിക്കാമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുകയും അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശിനെ കൊണ്ട് സമരഭൂമിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കാനും അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള അർഹത പരിശോധിക്കാനും നിർദ്ദേശം നൽകിയെങ്കിലും അന്നത്തെ റവന്യൂ മന്ത്രിയുടെ മറ്റ് ചില നിർബന്ധ ബുദ്ധികൾക്ക് മുമ്പിൽ സമരം പരിഹരിക്കാനുള്ള പ്രാഥമിക നടപടികൾ ഇല്ലാതാവുകയായിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ അരിപ്പയിൽ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും CPM-ഉം CPI-യുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അക്രമവും ആദിവാസികൾക്കെതിരായി 14 ദിവസം നീണ്ടെടുക്കുന്ന ഉപരോധങ്ങളുമുണ്ടായി. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് സമരം മുന്നോട്ട് പോയത്. ആ കാലഘട്ടത്തിലാണ് അരിപ്പയിലെ വനപ്രദേശത്ത് പാഴായി കിടന്ന ചതുപ്പ് നിലം 10 ഏക്കറോളം വരുന്ന ഇടം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിലവേലുണ്ടാക്കുകയും 9 വിളവ് 100 മേനി കൊയ്തെടുത്തുകൊണ്ട് സമരം അതിൻ്റെ ജൈവ രീതിയിലേക്ക് മാറിയത്. തുടക്കത്തിൽ സമരത്തെ എതിർത്തിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പിൽക്കാലത്ത് സമരത്തിൻ്റെ ഭാഗമാവുകയും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ നിയമസഭാ നിയമപരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ VS അച്യുതാനന്ദൻ സമരഭൂമിയിലെത്തുകയും ഞങ്ങളുടെ ഞാറ്റുവയലിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഓരോ കുടുംബത്തിനും 1 ഏക്കർ വീതം ഡിമാൻഡ് ചെയ്തപ്പോൾ അരിപ്പയിലെ ആദിവാസികളും ദളിതരും യഥാർത്ഥ മണ്ണിൻ്റെ മക്കളാണെന്നും അവർക്ക് 2.5 ഏക്കർ ഭൂമിയാണ് നൽകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞങ്ങളുടെ ആവശ്യത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് അദ്ദേഹം തയ്യാറായി. നേരത്തെ ചെങ്ങറ സമരം ആരംഭിച്ചപ്പോഴെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ ചെങ്ങറയിലെ ദളിതർ റബ്ബർ മൂട്ടിച്ചിട്ടാണ് സമരം നടത്തുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ അരിപ്പയിലെത്തിയപ്പോൾ അദ്ദേഹം അരിപ്പ ഭൂസമരം ധർമ്മസമരമാണ് എന്നാണ് പറഞ്ഞത്. അതിന് കാരണം സമരഭൂമിയിലെ 3000-ഓളം വരുന്ന റബ്ബർ മരങ്ങൾ വെട്ടുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിൽ കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിച്ച് പോലും ഒരു നാശവും വരുത്താതെ അവിടെ പാഴായി കിടക്കുന്ന ചതുപ്പ് നിലത്ത് നെൽകൃഷിയും അതോടൊപ്പം തന്നെ മരച്ചീനിയും മറ്റ് പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും ധാന്യങ്ങളും വിളയിച്ചെടുത്തുകൊണ്ട് സമരം അതിൻ്റെ ഒരു സർഗാത്മകതയിലേക്ക് പോയത് കൊണ്ടാണ് ശ്രീ അച്യുതാനന്ദൻ ഈ രീതിയിൽ സമരത്തെ കണ്ടത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ പ്രബലരായ മിക്ക നേതാക്കന്മാർ, ഇപ്പോഴത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവട്ടെ, അന്നത്തെ LDF-ൻ്റെ കൺവീനർ ശ്രീ വൈക്കം വിശ്വനാവട്ടെ, ഇപ്പോഴത്തെ ഭരണകക്ഷിയിലുള്ള 5ഓളം മന്ത്രിമാർ പല ഘട്ടങ്ങളിലായി സമരവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ സ്ഥലം MLA-യും ഇപ്പോഴത്തെ വനമന്ത്രിയുമായ ശ്രീ രാജു ഈ സമരത്തിൽ പല ഘട്ടങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചതാണ്. പക്ഷേ ഇന്ന് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സമരം പരിഹരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ആ പഞ്ചായത്തിൽ ആകെ 1 ഏക്കർ പോലും നെൽവയലില്ലാത്ത സ്ഥലത്ത് 10 ഏക്കറോളം വയലുണ്ടാക്കിയത് നെൽകൃഷി ചെയ്യുന്നത് വിധ്വംസക പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നെൽകൃഷി നിരോധിച്ച് ഞങ്ങളുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ സമരത്തെ പട്ടിണിക്കിട്ട് തകർക്കാനുമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറായത്. മാത്രവുമല്ല, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആദിവാസികൾക്കും ദളിതർക്കും 1 ഏക്കർ വീതം ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ ഈ ഭൂമി ആദിവാസികൾക്ക് അവകാശപ്പെട്ടതാണെന്നും മറ്റുള്ളവർക്ക് പുറത്ത് ഭൂമി കണ്ടെത്തി നൽകാമെന്നൊക്കെയുള്ള ഒരു വാഗ്ദാനം ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്നുണ്ടായി. പക്ഷേ ഇടതുപക്ഷ സർക്കാരിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമായി 2 ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ചർച്ച, ആ ചർച്ചയിൽ ആദിവാസികളുടെയും ദളിതരും മറ്റ് ഭൂരഹിതർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ സ്ഥിതിവിവര കണക്കെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ
അവരുടെ ജാതിയും സ്വത്തുടമസ്ഥയും സംബന്ധിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ വേണ്ടി 2018 ഒക്ടോബർ മാസം 9-ാം തീയതി അന്നത്തെ റവന്യൂ മന്ത്രിയും വനം മന്ത്രി സ്ഥലമല്ല കൂടിയായ ശ്രീ വനമന്ത്രി രാജു ഉൾപ്പെടെ ധാരണയിലെത്തുകയും ഇതിൻ്റെ എല്ലാ 6 ജില്ലകളിലായി സമരത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങൾ ആ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതത് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തുകയും അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി കൊല്ലം ജില്ലാ കളക്ടറെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. എന്നാൽ കൊല്ലം ജില്ലയിൽ പോലും നാളിതുവരെയായി ഈ പറയുന്ന കുടുംബാംഗങ്ങളുടെ ജാതിയോ അല്ലെങ്കിൽ സ്വത്തുടമസ്ഥയോ സംബന്ധിച്ച വിവരങ്ങൾ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടെയുള്ള ആദിവാസികളെയും ദലിതരെയും ഭിന്നിപ്പിക്കാനും സമരം ഇല്ലായ്മ ചെയ്യാനുള്ള വലിയൊരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമരം മുന്നോട്ട് പോകേണ്ടത് മറ്റ് പല സമരങ്ങളെ ദുർബലപ്പെടുത്തിയതുപോലെ അരിപ്പയും തകർക്കുക എന്നുള്ള വളരെ ഗൂഢ ലക്ഷ്യം ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സമരം അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെൽകൃഷി നിരോധിച്ചപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പരാജയപ്പെട്ടില്ല. പകരം അവിടെ തൊട്ടടുത്തുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് അവിടെ ചൂല് ചീകിയെടുക്കാനുള്ള ഈർക്കിൽ സംഘടിപ്പിക്കാനും അതിന് നമ്മൾ മടലിൽ നിന്ന് അതിൻ്റെ ഈർക്കിൽ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകൾ രാത്രിയും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ട് 10-30 രൂപയാണ് ഒരു ചൂലിൻ്റെ വില. അങ്ങനെ വളരെ പരിമിതമായ വരുമാനത്തിൽ നിന്നുകൊണ്ട് ആളുകൾ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നെൽകൃഷി നിരോധിച്ചപ്പോൾ ഞങ്ങൾ പകരം കൊട പോലുള്ള കൈത്തൊഴിൽ മേഖല വികസിപ്പിക്കുകയും അത് നമ്മുടെ സമരക്കാർക്കിടയിൽ കുട നിർമ്മാണം പരിശീലിപ്പിക്കാനും മറ്റ് കൈത്തൊഴിൽ രംഗത്തേക്ക് അവരെ പ്രാപ്തരാക്കിക്കൊണ്ടുള്ള ഒരു അതിജീവന പോരാട്ടം കരിപ്പിടിപ്പിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം ആ നാടിനെ മുഴുവൻ ഞെട്ടിച്ച കോവിഡ് ദുരന്തം വരുന്നത്. ആ കോവിഡ് ദുരന്തം വന്നപ്പോൾ സർക്കാർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഇവിടെ റേഷൻ കാർഡില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് സർക്കാർ സൗജന്യ റേഷനും അതോടൊപ്പം തന്നെ ഭക്ഷ്യക്കിറ്റുകളും നിഷേധിച്ചു. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും സർക്കാർ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ സമരത്തെ തുടക്കം മുതൽ പിന്തുണച്ചിരുന്ന പല വ്യക്തികളും ഞങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും മറ്റുമായി അവിടെ എത്തിയതിൻ്റെ പേരിലാണ് ലോക്ക്ഡൗൺ കാലത്തെ അതിജീവിച്ചത്. നമുക്കറിയാം ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും കഷ്ടപ്പെടരുതെന്നും അവർക്ക് സഹായിക്കാൻ വേണ്ടി അവരുടെ മെനുവിനനുസരിച്ചുള്ള ആഹാരങ്ങൾ പാലായാലും അല്ലെങ്കിൽ ആട്ടയായാലും മറ്റ് കിഴങ്ങായാലും സവോളയായാലും അവരുടെ താമസ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഇവിടുത്തെ മൃഗങ്ങൾ പോലും പട്ടിണി കിടക്കരുതെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തിരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന യാചകർ അവർക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എത്തിക്കുമ്പോൾ ഇവിടെ ഒരു മണ്ണിന് വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ആദിവാസികളും ദലിതരും അവരെ മനുഷ്യരായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവാതെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ജൂൺ ആദ്യവാരം തൊട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നത്. നമുക്കറിയാം ഓൺലൈൻ പഠനത്തിന് ഇപ്പോഴും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അത് ആദിവാസി മേഖലയാവട്ടെ ദളിത് കോളനി പ്രദേശങ്ങളിലാവട്ടെ പലപ്പോഴും കറണ്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ ടെലിവിഷൻ സംവിധാനമില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സംവിധാനങ്ങളില്ല, ടവർ ലൊക്കേഷൻ കൃത്യമായി കിട്ടത്തില്ല, റേഞ്ച് കിട്ടത്തില്ല. അതിൻ്റെ പേരിൽ പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്നു. മൊബൈൽ ഫോണും ഈ പറയുന്ന ടെലിവിഷൻ സംവിധാനമുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് അത് വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഗൈഡ് ലൈൻ ചെയ്യാനുള്ള കുടുംബാന്തരീക്ഷമല്ല. അപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ അരിപ്പിയിലും 36ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകൾ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് വേണ്ട സൗകര്യമൊരുക്കണമെന്ന് ആ പഞ്ചായത്തുകളോടും അല്ലെങ്കിൽ ജില്ലാ കളക്ടറോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പകരം ഞങ്ങളവിടെ പുറത്തു നിന്ന് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ലൂപ്പ് എടുത്തുകൊണ്ട് അവിടെ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുകയും ഒരു ടെലിവിഷൻ സെറ്റും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴും 10 ദിവസം കൂടുമ്പോൾ 1,800 രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൽ കറണ്ടിൻ്റെ റെൻ്റ് അടച്ചുകൊണ്ടും അതിനു പുറമെ മീറ്റർ ചാർജ് അടച്ചുകൊണ്ടും കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ളൊരു ഗവൺമെൻറ്റിൽ നിന്ന് വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും അല്ലെങ്കിൽ അവരുടെ പട്ടിണി മാറ്റുന്നതിന് പോലുമുള്ള യാതൊരു സാഹചര്യവുമില്ലാത്ത ഒരു തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് 8 വർഷത്തോളം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഈ സമരത്തിലുണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൃഷിഭൂമി എന്നുള്ള ഒരാവശ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ പേർക്കും 3 സെൻറ്റ് ഭൂമി കൊടുക്കുന്നു എന്ന രീതിയിൽ
സീറോ ലാൻഡ്ലെസ് കേരള എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അന്നും ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞതാണ്, ഈ 3 സെൻറ്റ് ഭൂമി കൊണ്ട് തീർക്കാവുന്നതല്ല കേരളത്തിലെ ദലിതരുടെ പ്രശ്നം. കാരണം കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി ഇതിൻ്റെ ഭാഗമായിട്ട് ഭൂമി ലഭിക്കാതെ പോയ ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ ദലിതരും ആദിവാസികളും ഉൾക്കൊള്ളുന്ന സാധാരണ ജനവിഭാഗം. ഇപ്പോഴും കേരളത്തിലെ പട്ടികജാതി കോളനികൾ എന്ന് പറയുന്നത് 26,198 ഏതാണ്ട് 5000-ൽ പരം പട്ടികവർഗ കോളനികളും. മറ്റൊരു സമുദായത്തിനും ഈ പറയുന്ന കോളനികളില്ല, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സങ്കേതങ്ങളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ കൃഷിഭൂമി നിഷേധിക്കപ്പെട്ട്, അല്ലെങ്കിൽ 1/2 സെൻറ്റും 1 സെൻറ്റും 3/4 സെൻറ്റും കോളനികളിൽ ചിതറപ്പെട്ട ഒരു ജനവിഭാഗം, മരിച്ചു കഴിഞ്ഞ ശവമടക്കാൻ വേണ്ടി സ്വന്തം അടുക്കളയും തിണ്ണയും പൊളിക്കേണ്ടി വരുന്നൊരു സമൂഹം. അത്തരം ഒരു സമൂഹത്തിന് മുൻ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള 3 സെൻറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി ഗവൺമെൻറ് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ലൈഫ് മിഷൻ പദ്ധതി, ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ അവർ പ്രഖ്യാപിക്കുന്നത് 400 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ്. ഈ 400 സ്ക്വയർ ഫീറ്റുകളുടെ ഫ്ലാറ്റ് കിട്ടിയത് കൊണ്ട് പരിഹരിക്കാവുന്നതല്ല കേരളത്തിലെ ദലിതരുടെയും ആദിവാസികളുടെയും പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ സമൂഹത്തിന് അതിജീവനത്തെ, അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കാൻ ആവശ്യമായ മണ്ണ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഈ മണ്ണ് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അപ്പോഴും പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ് ഇവർക്കൊക്കെ കൊടുക്കാൻ കേരളത്തിൽ ഭൂമിയുണ്ട്? കേരളത്തിൽ ഭൂമിയുണ്ട്. കാരണം കേരളം മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടം തൊട്ട് കേരളത്തിലെ തോട്ടം മേഖല അനധികൃതമായി വ്യാജരേഖ ഉണ്ടാക്കിയും അതോടൊപ്പം കൃത്രിമമായ കരാറുണ്ടാക്കിയും കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ തന്നെ വിവിധ കമ്മീഷനുകൾ, അത് ഡോക്ടർ നിവേദിത പി ഹരൻ എന്ന അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചിട്ടുള്ള ഗവൺമെൻറ് റവന്യൂ സെക്രട്ടറിയായും, അതോടൊപ്പം തന്നെ ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്ന ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ അനധികൃത ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ആദ്യം കേരള ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ 2006 ഹൈ ലെവൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, അതിനുശേഷം ഡോക്ടർ സജിത് ബാബു കമ്മീഷൻ, ജസ്റ്റിസ് മനോഹർ കമ്മീഷൻ, ഏറ്റവും ഒടുവിൽ ഡോക്ടർ രാജമാണിക്യം എന്ന് പറയുന്ന ഗവൺമെൻറ് സ്പെഷ്യൽ ഓഫീസർ, ഇദ്ദേഹമൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് 5.25 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ ഇപ്പോഴും ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് അനധികൃതമായി കൈവശം വെക്കുന്ന തോട്ടം ഈ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനിയുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയാണ്, അവിടെ കൈവശമുണ്ടെന്നും ഈ ഭൂമി മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് വിതരണം ചെയ്താൽ കേരളത്തിലെ മുഴുവൻ പേർക്കും ഭൂമി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ ലഭ്യമാക്കുന്ന ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനും അതുവഴി അരിപ്പയിലെ ഭൂപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനും പറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഇന്ന് കേരളത്തിൽ ഇപ്പം ചെങ്ങറയായാലും അരിപ്പയായാലും ഉള്ള സമരങ്ങൾ അത് വിജയിക്കേണ്ടത് കേരളത്തെ മൊത്തം ഭൂരഹിതരുടെ പ്രശ്നമാണ്. ആ ഒരു അർത്ഥത്തിലാണ് അരിപ്പ ഭൂസമരം ഇന്നും കേരളത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. അത്തരം ഒരു സമരം വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാവണം. കാരണം ഇത്തരം സമരങ്ങൾ പരാജയപ്പെട്ടാൽ ഇനി കേരളത്തിൽ മറ്റൊരു ഭൂസമരവും വിജയിക്കത്തില്ല, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളൊരു ധ്വനിയാണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഈ സമരത്തോടൊപ്പം ഐക്യപ്പെടാൻ കേരളത്തിലെ പൊതുസമൂഹം, അത് പട്ടികജാതി മേഖലയിലാവട്ടെ, അല്ലെങ്കിൽ ആദിവാസി മേഖലയിൽ നിന്നാവട്ടെ, മറ്റിതര മേഖലയിൽ പ്രവർത്തിക്കുന്ന പൗരാവകാശ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും ഈ സമരത്തോടൊപ്പം ഐക്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്.